കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് വരുത്തി തീർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി നടത്തിയത്. ഇതിന് വായടപ്പിക്കുന്ന മറുപടി നൽകിയിരിക്കുകയാണ് സംരംഭകർ. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതി വൻ വിജയമാണ് എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ 1,00,000 സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ 2022 ഏപ്രിൽ 1-നാണ് പദ്ധതി ആരംഭിച്ചത്. 2023 മാർച്ചിൽ ഒന്നാമത്തെ സംരംഭക വർഷം അവസാനിച്ചപ്പോൾ ലക്ഷ്യമിട്ടതിൽ കൂടുതൽ സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്. 1,00,000 സംരംഭങ്ങൾ ലക്ഷ്യമിട്ടെടുത്ത് 1,39,840 സംരംഭങ്ങൾ ആരംഭിക്കാനും ഇതിലൂടെ 3,56,000 തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും സാധിച്ചു. 8,422.36 കോടിയുടെ നിക്ഷേപമാണ് ആദ്യ വർഷം തന്നെ എത്തിയത്. സംരംഭക വർഷം 2 പാതി പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഇതിനോടകം 2,00,000 സംരംഭങ്ങൾ ആരംഭിക്കാനായി. ഇതുവഴി 4,23,101 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. നിക്ഷേപം 12,000 കോടി കവിഞ്ഞതായും വ്യവസായ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 18,164 സംരംഭം സ്ത്രീകളുടേതാണ്. 7 ട്രാൻസ്ജെൻഡറുകൾ ആരംഭിച്ചതും. വ്യവസായ മേഖലയിലെ ചുവപ്പുനാടയെ ഇല്ലാതാക്കാൻ പുതിയ സംരംഭകരെ ആകർഷിക്കുന്നതിനായി വ്യവസായ വകുപ്പ് വിവിധ പദ്ധതികളും നിയമ ഭേദഗതികളുമാണ് നടപ്പിലാക്കിയത്. തുടക്കത്തിൽ തന്നെ ലൈസൻസ് എടുക്കണ്ട, അപേക്ഷ നൽകിയാൽ 3 വർഷത്തേക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. തെരഞ്ഞെടുത്ത 1000 സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളായി ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് മിഷൻ 1000 പദ്ധതിയും വ്യവസായ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വായ്പകൾക്ക് പലിശ ഇളവും സംരംഭ വിപുലീകരണ പദ്ധതികൾക്ക് സബ്സിഡി അടക്കമുള്ള പിന്തുണയും നൽകും. ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് സ്കിൽസ് ഇന്ത്യ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഭരണപക്ഷം മോശമാണ് എന്ന് കാണിക്കാൻ കേരളം തന്നെ കൊള്ളില്ല എന്ന് വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. വിമർശകർക്ക് ചുട്ട മറുപടി നൽകി കേരളം മുന്നോട്ട് കുതിക്കുക തന്നെയാണ്.